എലത്തൂർ ഇത്തവണ UDF-നുള്ളതല്ലേ? എന്താ സംശയം കേട്ടോ? എലത്തൂരില് ഒരു മന്ത്രിയിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒന്നും തന്നെ കഴിഞ്ഞ നാളുകളായിട്ട് എലത്തൂര് വന്നിട്ടില്ല. അവ പൊളിക്കാൻ പറ്റാത്ത കോട്ടകളൊന്നും ഇല്ല എന്നാണ് എലത്തൂരിലെ ജനത കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് എലത്തൂർ നിയോജക മണ്ഡലത്തിലാണ്. എലത്തൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി, ഈദ് മുബാറക്. വിജയാശംസകളായും തന്നെ. എന്തെങ്ങനെയാണ് എലത്തൂരിലെ പ്രതീക്ഷകൾ? എലത്തൂർ ഇത്തവണ UDF-നുള്ളതല്ലേ? എന്താ സംശയം കേട്ടോ? തീർച്ചയായിട്ടും ജയിക്കും. എലത്തൂർ LDF-നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു NCPക്ക് അകത്ത് തന്നെ. അതെല്ലാം ഗുണം ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് മണ്ഡലത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു നല്ല തുടക്കമാണ് എലത്തൂർ ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സംഘടനാപരമായിട്ട് UDF-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും നല്ല ശക്തിയുള്ള മണ്ഡലമാണ്. നല്ല ടീം UDF കണ്ടില്ലേ, കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. നല്ല ടീമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങളുടെ ഒരു പ്രതികരണം വളരെ പോസിറ്റീവാണ്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് എല്ലാ ആളുകളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നേതാക്കളെ സംസ്ഥാനത്ത് നേതാക്കളൊക്കെ എങ്ങനെ പ്രചരണത്തിന് വരാനുള്ളത്? അതിനുള്ള ഷെഡ്യൂൾസ് ഒക്കെ ആവുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാവും. എന്തെങ്കിലും വിജയം 100% ഉറപ്പാണ്. എന്താ സംശയം? അവർക്കൊരു സംശയമില്ല. അവരോടൊക്കെ ചോദിച്ചു കിട്ടാതെ ഇപ്പൊ ജനങ്ങളോടൊപ്പം, അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എലത്തൂർ LDF-ന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് നിലവിലെ MLA മന്ത്രിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എലത്തൂരിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഇത്രയും ഒരു UDF സ്ഥാനാർത്ഥി നിലയ്ക്ക് എന്തൊക്കെയാണ് എലത്തൂരിന്റെ പോരായ്മകൾ, എലത്തൂരിൽ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ? എലത്തൂരില് ഒരു മന്ത്രിയിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒന്നും തന്നെ കഴിഞ്ഞ നാളുകളായിട്ട് എലത്തൂര് വന്നിട്ടില്ല. നിങ്ങളെല്ലാവരും എലത്തൂർ മണ്ഡലത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, കേരളത്തിലെ തന്നെ ഒരു ടൂറിസത്തിന്റെ ഒരു ഭൂപടത്തില് അടയാളപ്പെടുത്തേണ്ട ഒരു മണ്ഡലമാണ് എലത്തൂർ എന്നുള്ളത്. ഒരുപാട് സാധ്യതകള് ടൂറിസത്തിലുള്ള മണ്ഡലത്തില് അതിനു വേണ്ട ഒന്നും തന്നെ പ്രധാനമായി ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നും തന്നെ ഈ മണ്ഡലത്തില് ഒരു മിനിസ്റ്റർ ഉണ്ടായിട്ട്, കാരണം സാധാരണ MLA-മാർക്ക് തന്നെ ആസ്തി വികസന ഫണ്ട് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് വെച്ചിട്ടുണ്ട്. MP-മാരെക്കാൾ കൂടുതലായിട്ട് MLA-മാർ ഇന്ന് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു മിനിസ്റ്റർ കൂടി ആകുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങള് ഈ മണ്ഡലത്തിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ പല റോഡുകളുടെ വികസനങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ജനങ്ങൾ വർഷങ്ങളായിട്ട് അതിന്റെ സമരമുഖത്ത് നിൽക്കുന്ന റോഡുകളടക്കം ഈ മണ്ഡലത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭരണത്തിൽ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് എലത്തൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ UDF ഈ നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന തലക്കുളത്തൂർ പഞ്ചായത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് UDF ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF ജയിച്ചു വന്നിട്ടുള്ളത്. കാക്കൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ കുരുവട്ടൂർ പഞ്ചായത്ത് 60 വർഷത്തിന് ശേഷമാണ് UDF ജയിക്കുന്നത്. അവ പൊളിക്കാൻ പറ്റാത്ത കോട്ടകളൊന്നും ഇല്ല എന്നാണ് എലത്തൂരിലെ ജനത കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും പൊളിക്കും. പിന്നെന്താ? താങ്ക് യു.